welcome back. You are listening to Vishesham with Nastaf right here on Spotify. എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? ഫുഡ് കഴിച്ചോ? എവിടെയാണ് ഇപ്പോൾ? ആൻഡ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ എവറി പോഡ്കാസ്റ്റ്. എന്താണെന്നറിയില്ല, ഇത് ചോദിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ദാറ്റ് കണക്ഷൻ ഇസ് ദ ബിറ്റ്വീൻ ദ ലിസണേഴ്സ് ആൻഡ് മീ. ആൻഡ് ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് വണ്ടർഫുൾ ഫീലിംഗ്, എന്തോ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത ഒരു ഫീലിംഗ് ആണ്. ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്. ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കേട്ടു ആൻഡ് they told me to improve here and there. I hope I'll improve in the upcoming episode and this episode. എന്താണ് ഈ എപ്പിസോഡിൻ്റെ വിശേഷം? എന്താണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? അത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബിൽഡിങ്ങിലെ ഒരു കഥയാണ്. ഞാൻ ദുബായ് താമസിക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിൽ നടക്കുന്ന ഒരു കഥയാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് ഈ കഥയിൽ നമ്മളൊരു ഔട്ട്കം വന്നിരുന്നു, എന്താണ് ഒരു യൂട്യൂബ് ചാനലാണ്. ആ യൂട്യൂബ് ചാനലിൻ്റെ വിശേഷങ്ങളും വേറെ പല വിശേഷങ്ങളുമായിട്ട് I'll be bringing up other episodes. Once again, welcome back. You are tuned to Vishesham with Nastaf right here on Spotify. യെസ്, അങ്ങനെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കാനാണ്. എങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനലിലോട്ട് എത്തിച്ചേർന്നത്? എങ്ങനെയാണ് നമ്മൾ ഇത്ര ഒരു ചെറുപ്രായത്തിൽ യൂട്യൂബ് ചാനലിലോട്ട് വന്നത്? സോ യൂട്യൂബ് ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ ചെറുതിലോട്ടുള്ളൊരു ഭ്രാന്താണ്. ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്, ഭ്രാന്താണ്. അല്ലെങ്കിൽ എന്തു പറയാനാ, ഒരു ചെറുപ്രായത്തിൽ നമ്മൾ ദുബായിൽ നമ്മൾ പഠിക്കുമ്പോൾ അന്നത്തെ ഫേമസ് വ്ളോഗേഴ്സായ മോ വ്ളോഗ്സ് ആൻഡ് ലാന റോസ്, സൈഗൻ യാൽസൺ, മണിക്കിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് കിഡ്, റാഷിദ് ബൽഹാസയുടെ മോൻ, ബൽഹാസ കമ്പനീസിൻ്റെ മോൻ റാഷിദ് ബൽഹാസ യൂസ് ടു ബി ദ ഇൻ യൂട്യൂബ്. സോ ഇവരെല്ലാം കണ്ട് നമ്മളിങ്ങനെ ഓക്കെ ഇവരെല്ലാം യങ് ഏജിൽ തുടങ്ങി, അപ്പോൾ നമുക്കും തുടങ്ങാം, നമുക്കും കുറേ കാശുണ്ടാക്കാം. ആ ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അങ്ങനെ ഈ യൂട്യൂബ് ചാനൽ, ഈ നമ്മൾ പറഞ്ഞില്ലേ ഈ ബിൽഡിങ്ങിലുള്ള യൂട്യൂബ് ചാനൽ, അപ്പോൾ നമ്മൾ കുറേ ഫ്രണ്ട്സ് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. പക്ഷേ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കുറേ കാരണങ്ങളുണ്ട്. കുറേ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അല്ലെങ്കിൽ കുറേ റീസൺസ്, അല്ലെങ്കിൽ കുറേ എഫേർട്സ്, അല്ലെങ്കിൽ കുറേ ഫെയിൽഡ് പ്രൊസീജിയേഴ്സിന് കാരണം കൊണ്ടാണ്, കുറേ ഫെയിൽഡ് യൂട്യൂബ് ചാനൽസിനെ കൊണ്ടാണ് നമ്മൾ ശരിക്കും ആ ഒരു ചാനൽ തുടങ്ങിയത്. അതും ഒരു ഫെയിൽഡ് സാധനമാണ്. ബട്ട് എന്തു പറയാനാ, ഈ ഒരു യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ ഇറ്റ്സ് സംതിങ് ടു ബി കെപ്റ്റ്. നമ്മളുടെ മെമ്മറീസ് കീപ്പ് ചെയ്യാനുള്ള ഒരു യൂട്യൂബ് ചാനലായിട്ടായിരിക്കും ഐ സ്റ്റിൽ കൗണ്ട് ആൻഡ് മൈ ഫ്രണ്ട്സ് ഓൾസോ സ്റ്റിൽ കൗണ്ട് ദാറ്റ്. അപ്പോൾ ഞാനാണെങ്കിൽ ചെറുപ്രായത്തിൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു കോൾഡ് MNN വ്ളോഗ്സ്. മോ വ്ളോഗ്സിനെ ഇൻസ്പയർ ആക്കി എൻ്റെ ഫുൾ നെയിമിനെ ഷോർട്ട് ഫോം ആക്കി MNN വ്ളോഗ്സ്. അങ്ങനെ ആ ചാനലിൽ 3 വീഡിയോസ് ഇട്ടു. അത് ഉമ്മാക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. ഉമ്മ അത് കണ്ട് ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു, ഡിലീറ്റാക്കി. ദെൻ കംസ് മ്യൂസിക്കലി. ടിക്ടോക്ക് വരുന്നതിന് മുമ്പ് ഒരു സാധനമാണ് മ്യൂസിക്കലി ആപ്പ്. ഡബ് സ്മാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഡബ് സ്മാഷ്, ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ചെയ്യുന്ന ഡബ് സ്മാഷ്, ഈ മ്യൂസിക്കലി, ഇതെല്ലാം എടുത്ത് ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലും ഇടുമായിരുന്നു. ഇത് എൻ്റെ മാമ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാമാക്ക് കാണിച്ചു കൊടുത്തു. എൻ്റെ മാമ ചോദിച്ചു, ഇത്ത ഇത് കണ്ട ചിരിച്ച് ചാവുമെന്ന് പറഞ്ഞു. ഇത്ത കണ്ടു, ചിരിച്ച് ചത്തു. എന്നിട്ട് ഇത്ത അതങ്ങ് ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു. വീണ്ടും ഡിലീറ്റാക്കി. അപ്പോൾ 2 യൂട്യൂബ് ചാനലായേ. അപ്പോൾ 3ാമത് ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് എൻ്റെ കൂട്ടുകാരൻ അർജുൻ. ഈ അർജുനാണ് നമ്മൾ ഇതിലെ മെയിൻ ക്യാരക്ടർ. ഈ യൂട്യൂബിൻ്റെ സംഭവത്തിൽ ഏറ്റവും മെയിൻ ക്യാരക്ടർ അർജുനാണ്. അപ്പോൾ അർജുൻ്റെ സിസ്റ്ററിൻ്റെ യൂട്യൂബ് അക്കൗണ്ടുണ്ട്. ആ ചേച്ചിയുടെ പേരിലുള്ള യൂട്യൂബ് അക്കൗണ്ട്. ആ ചേച്ചിയുടെ പേരിൽ തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നു. നമ്മളെ ബിൽഡിങ്ങിലെ ബർത്ത്ഡേസിനെ കുറിച്ച് ഇടുന്നു, നമ്മളെ ബിൽഡിങ്ങിലെ വ്ളോഗ്സിനെ കുറിച്ച് ഇടുന്നു, നമ്മൾ ഗെയിം കളിക്കുന്ന ഇടുന്നു, നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ഇടുന്നു, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഇടുന്നു, എല്ലാം ഇടുകയാണ് അവൻ്റെ ഇതിൽ. അവസാനം ചേച്ചി പറഞ്ഞു, എടാ നിങ്ങളത് ഡിലീറ്റ് ആക്കിയോ, കാരണം ഇത് എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ പേരിൽ വരുന്നതാണ്, അപ്പം നിങ്ങളത് ഡിലീറ്റ് ആക്കിയോളാൻ. അങ്ങനെ എല്ലാ വീഡിയോസും അതിൽ നിന്ന് ഡിലീറ്റ് ആക്കി. 3 അക്കൗണ്ടായി. 4ാമത്തെ അക്കൗണ്ടെന്ന് നോക്കുമ്പോൾ 4ാമത്തെ അക്കൗണ്ടല്ല, ഇതൊരു വീഡിയോ കഥയാണ്. എൻ്റെ കൂട്ടുകാരൻ, വേറൊരു കൂട്ടുകാരൻ, അവൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫേമസ് ആവാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ ഉള്ളൊരു ചിന്താഗതിയിൽ പെറ്റ തള്ള സഹിക്കാത്തൊരു ഡാൻസ് ഞാൻ അങ്ങ് കളിച്ചു, 2 സ്റ്റിക്ക് വെച്ച്. അതിപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഡിലീറ്റ് എത്രയെന്ന് വെച്ചാൽ അറിയില്ല, ഡിലീറ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഗൂഗിളിന് മെയിൽ അയച്ചിട്ടുണ്ട്, യൂട്യൂബിന് മെയിൽ അയച്ചിട്ടുണ്ട്,
പാസ്വേഡ് ഫോർഗറ്റ് അടിച്ചിട്ട് പാസ്വേഡ് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ്റെ മെയിൽ ഐ ഡിയാണ് റിക്കവറി, അവൻ്റെ വേറെ ഏതോ ഒരു മെയിൽ ഐ ഡിയാണ് റിക്കവറിക്ക് കൊടുത്തത്, അവൻ്റെ അച്ഛൻ്റെ വേറെ ഏതോ നമ്പറാണ് റിക്കവറിക്ക് കൊടുത്തത്. ഇത് രണ്ടും അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ജീവിതകാലം മുഴുവൻ ആ വീഡിയോ യൂട്യൂബിൽ കാണുമെന്ന് അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്രിഞ്ചടിച്ച് ചാവും, ചിരിച്ചും ചാവും. അത് രണ്ടും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്രിഞ്ചടിച്ച് ചാവുമെന്നാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ മെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. നമ്മളുടെ ഒരു യൂട്യൂബ് ചാനലാണ് ഇൻ ദീസ് ഡേയ്സ്. അപ്പോൾ ഈ ഇൻ ദീസ് ഡേയ്സ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ dads in these days, moms in these days, dads in those days, moms in those days, brothers in these days, brothers in those days, friends in these days, friends in those days. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാനായിരുന്നു നമ്മളെ പ്ലാൻ. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിട്ട് നമ്മളെ വീഡിയോ അതങ്ങ് ഡിലീറ്റ് ആക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് കുറേ കണ്ടൻസ് കിട്ടില്ല. സോ ഇൻ ദീസ് ഡേയ്സ് എങ്ങനെ തുടങ്ങും, അല്ലെങ്കിൽ അപ്പോൾ നമ്മളെന്ത് ചെയ്തു, പേര് മാറ്റി. ജോഡ് ഇന്ത്യൻസിൻ്റെ പേരിൽ ഡബ് ഇന്ത്യൻസ്, ദുബായിലുള്ള ഇന്ത്യൻസ്, ഡബ് ഇന്ത്യൻസ് അതങ്ങ് എടുത്തിട്ടു. നോക്കിയപ്പോൾ വേറെ ഹസ്ബൻഡ് വൈഫായിട്ടുള്ള വ്ളോഗേഴ്സ് ഉണ്ട് ഡബ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ പേര് 3G, പക്ഷെ നമ്മൾ വീണ്ടും അതിൽ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മളെ മെയിൻ ക്യാരക്ടർ അർജുൻ, ജോഹാൻ, അപ്പു, ശ്രീഹരി, ധരൺ, ഈ 5 പേരാണ് ഈ അക്കൗണ്ടിലെ മെയിൻ ആൾക്കാർ തുടങ്ങി വെച്ചത്. ഈ 5 ആൾക്കാരും ഈ 5 ആൾക്കാരുടെ തല ഞാൻ ഉൾപ്പെടെ നമ്മൾ 5 പേരും കൂടി തല ഒരുമിച്ച് വെച്ചിട്ട് ഐപാഡ് താഴെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ ആയിരുന്നു പ്രൊഫൈൽ പിക്ചർ നന്നായിട്ട് അന്ന് കിടന്നത്. സോ ഈ വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഡബ് ഇന്ത്യൻസിൽ ഈ ജോഡ് ഇന്ത്യൻസിൻ്റെ പക്ക കോപ്പി, പക്ഷെ വേറൊരു രീതിയിൽ മൊബൈൽ യൂസേഴ്സിൽ ഏതൊക്കെ മൊബൈൽ യൂസേഴ്സ്, ദെൻ ഒരു വ്ളോഗ് വരെ ഇട്ടിരുന്നു. ആ വ്ളോഗിൽ എൻ്റെ ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷൻ ഇട്ടിരുന്നു. ദെൻ വാട്ടർ പ്രൂഫ് ഗ്ലാസ്സസ് വരെ ഗിവ് അവേ കൊടുക്കുമെന്ന് പറഞ്ഞു. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഗിവ് അവേ, വാട്ടർ പ്രൂഫ് ഗ്ലാസ്സസ് കൊടുക്കും, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വ്ളോഗ് ഇട്ടു. ആൻഡ് ദ വേഴ്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഒരു ഫേക്ക് ഇംഗ്ലീഷ് ആക്സൻറ്റും കൂടിയാണ് ആ വ്ളോഗിൽ ഇടുന്നത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മക്ഡൊണാൾഡ്സ് ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്. ഈ ഫേക്ക് ആക്സെൻ്റ് ഇട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ആൻഡ് ആ വീഡിയോയിൽ അതുണ്ട്. അത് ലേറ്റർ ഓൺ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അറിഞ്ഞു. ഗുഡ് നാസ്, നൈസ് ജോബ് നാസ്, നല്ലതാണ് നാസ് എന്നൊക്കെ പറഞ്ഞങ്ങ് ഇട്ടു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നു. ആൻഡ് നമ്മളെല്ലാവരുടെ ഡിവൈസിൽ നിന്നും അക്കൗണ്ട് നമ്മളെന്തോ റിമൂവ് ചെയ്തോ, എല്ലാവരും ഫോർഗെറ്റ് അടിച്ചോ, എന്തോ അടിച്ചു. ആൻഡ് എൻ്റെ മനസ്സിൽ ആ ചാനൽ വീണ്ടും എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞ് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ പാസ്വേഡ് എങ്ങനെയോ ഓർമ്മിച്ച് അവസാനം ഈ ധരണ കൊണ്ട് നമ്മൾ അക്കൗണ്ട് എടുപ്പിച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ക്രിഞ്ചായിട്ടുള്ള സാധനങ്ങൾ നമ്മളതങ്ങ് ഡിലീറ്റാക്കി. എന്നിട്ട് അർജുൻ പറഞ്ഞു മെമ്മറീസ് നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് അർജുൻ്റെ മൊബൈലിലാണ്. അർജുൻ്റെ മൊബൈലാണ് എഡിറ്റ് ചെയ്യുന്നത്, അർജുൻ്റെ മൊബൈലാണ് റെൻഡർ ചെയ്യുന്നത്, അർജുൻ്റെ മൊബൈലാണ് ഓരോ പിക്ചേഴ്സും എല്ലാം അർജുൻ്റെ മൊബൈലാണ് ചെയ്യുന്നത്. കാരണം അവൻ്റെ വീട്ടിൽ ഇതൊക്കെ അത്ര സീനില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാവരുടെ വീട്ടിൽ സീനുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആൻഡ് എന്ത് ചെയ്യാനാ, അവസാനം ഈ വീഡിയോസെല്ലാം ഡിലീറ്റാക്കി. നമ്മൾ ചെയ്ത പല വീഡിയോസ് ഡിലീറ്റാക്കി. ബാക്കി ഒരു 5-6 വീഡിയോസ് നടക്കുന്നു, ഇൻക്ലൂഡിങ് ദ വ്ളോഗ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എന്ന് പറഞ്ഞിടുന്നു. ആ സമയത്താണ് അർജുൻ നാട്ടിൽ പോകുന്നത്. പല ആൾക്കാർ വേറെ ബിൽഡിങ്ങിലോട്ട് മാറുന്നു. ചില ആൾക്കാർ ഈ സെയിം ബിൽഡിങ്ങിലുണ്ട്. അങ്ങനെ ഈ ചാനൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് ഞാൻ റെൻഡർ ഫോറസ്റ്റിൽ ചെന്നിട്ട് നമ്മൾ ഓരോരോ ആൾക്കാരുടെ പേരടിച്ച് ഒരു വീഡിയോ ഇടുന്നു, വി ആർ ബാക്ക് എന്ന് പറഞ്ഞു. സോ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ കംബാക്ക് എൻ്റെ ആ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മനസ്സിൽ, ഓക്കെ വി ഗോണ മേക്ക് എ കംബാക്ക്, വി ഗോണ ബി ഫേമസ് ഇൻ യൂട്യൂബ്. കാരണം ആ സമയത്ത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, കൊറോണ സമയത്ത്. ആൻഡ് ആ സമയത്ത് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസിന് ഓൺലൈൻ ക്ലാസ് എന്നും പറഞ്ഞ് വീഡിയോസ് കുറേ ആൾക്കാർ ഇടുന്നു. അപ്പോൾ നമ്മളും വിചാരിച്ചു ഓക്കെ ചിരിച്ച് ചാവാം, അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കുമെന്ന്. മനസ്സിലായില്ലേ? പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ബോറ് വീഡിയോ എന്നാണ്.
വെറും പൂർ വീഡിയോ. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ കൊണ്ട് അഭിനയിപ്പിച്ചു, ബിൽഡിങ്ങിലുള്ള പല ചേച്ചിമാരെ കൊണ്ട് അഭിനയിപ്പിച്ചു ആ വീഡിയോയിൽ. കൂട്ടുകാരൻ്റെ സിസ്റ്റേഴ്സിനെ കൊണ്ട് അഭിനയിപ്പിച്ചു, കൂട്ടുകാരനെ കൊണ്ട് അഭിനയിപ്പിച്ചു. സോ നമ്മളെല്ലാവരും ഒരു സൂമിൽ ഒരു ലിങ്ക് കൊടുക്കും, അവരെല്ലാവരും വന്ന് ഇരിക്കുന്നു, ക്യാമറ ഓൺ ആക്കുന്നു, ഡയലോഗുകൾ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട് കേട്ടോ. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്, ക്യാമറ എഡിറ്റിംഗ് എല്ലാം ഉണ്ട്, എല്ലാം പക്ക സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എല്ലാം എഡിറ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ വലിയ സംഭവത്തിൽ ഇരിക്കുകയാണ്. 2-2.5 ദിവസമാണ് ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തത്. എങ്ങനെ 8 മിനിറ്റിൻ്റെ 2.5 ദിവസം കൊണ്ട് എഡിറ്റ് ചെയ്തെടുത്ത വീഡിയോ ആണ്. ഓരോ സമയത്ത് ഏതൊക്കെയാണ് പെർഫെക്റ്റ് അങ്ങനെ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ്. അതും എഡിറ്റ് ചെയ്ത് എൻ്റെ പണ്ടത്തെ ലാപ്ടോപ്പ് ഏസറിൻ്റെ ലാപ്ടോപ്പാണ്. ഏസറിൻ്റെ ലാപ്ടോപ്പ് പണ്ടത്തെ ആ ഒരു ലാപ്ടോപ്പിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഗൂഗിളിൽ ചെന്നിട്ട് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനത്തിൽ അത് കയറ്റി എഡിറ്റ് ചെയ്ത് അവസാനം വീഡിയോ അപ്ലോഡ് ചെയ്ത് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തു. അത് ഇത്ര 100-200 വ്യൂസ് കിട്ടി. പിന്നെ അത് അവസാനം മനസ്സിലായി അത് ക്രിഞ്ചാണെന്ന്. അങ്ങനെ അതും ഡിലീറ്റാക്കി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബ് ഇന്ത്യൻസ് എന്ന ചാനൽ പിന്നെ നമ്മൾ സൈൻ ഔട്ടാക്കി, റിമൂവ് ഫ്രം ദ ഡിവൈസ്. ഈ ഒരു യൂട്യൂബ് ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ആക്ച്വലി സംതിങ് ടു കീപ്പ് അവർ മെമ്മറീസ്. അതിപ്പോഴും ഉണ്ട് കേട്ടോ. ഡബ് ഇന്ത്യൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ഏറ്റവും താഴെയോ ഏറ്റവും മുകളിലോ എവിടെയെങ്കിലും കാണും ഈ ഡബ് ഇന്ത്യൻസ്. അതിൻ്റെ അത് ഞാനുണ്ട്, അർജുനുണ്ട്, എല്ലാവരും ആ സമയത്ത് തുടങ്ങിയ വെച്ചാൽ എല്ലാവരും ഉണ്ട്. നമ്മൾ ഈ വീഡിയോസ് എല്ലാം ഇട്ടത് ടു കീപ്പ് മെമ്മറീസ് ആൻഡ് ചിരിക്കാനും ഇത്തിരി ക്രിഞ്ചടിക്കാനും ആണ് ആ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോഴും തുറന്നു വെച്ചിരിക്കുന്നത്. എന്തു പറയാനാ, ഒരു ഫുള്ളൊരു റോളർ കോസ്റ്റർ ആയിരുന്നു ഈ യൂട്യൂബ് കരിയർ എന്ന് വെച്ചാൽ. അതായത് നമ്മളെ ഹിസ്റ്ററിയിലെ ബിഗ്ഗസ്റ്റ് കംബാക്ക് നടത്തുമെന്നും പറയുന്നു. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദറിനെ വിളിച്ച്, ഓക്കെ ഉമ്മായും വാപ്പായും കൊണ്ട് ഞാൻ സ്കൂൾ ഫീസ് അടപ്പിക്കില്ല, കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉണ്ട്, എനിക്ക് നന്നായിട്ട് എനിക്ക് ഫീസ് അടപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ ഓരോ ചിന്തകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അവസാനം എന്തായി, മറ്റേ ഡയലോഗ് എന്തൊക്കെയായിരുന്നു, മലപ്പുറം കത്തി അമ്പും വില്ലും, അതാണ് ശരിക്കും നടന്നത്. ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി ഫൺ. ആ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നതും ആ ഒരു യൂട്യൂബ് കരിയറിനെ കുറിച്ചും it was actually kind of fun. And I hope you all enjoyed this episode. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ. യു ആർ ലിസണിങ് ടു വിശേഷം എന്ന സ്റ്റാഫ് റൈറ്റ് ഹിയർ ഓൺ സ്പോട്ടിഫൈ. അടുത്തൊരു വിശേഷമായി വീണ്ടും കാണുന്നവരെ ദിസ് മീന സൈനിങ് ഔട്ട്. വൺസ് അഗൈൻ താങ്ക് യു ഫോർ ട്യൂണിങ് ഇൻ. യു ആർ ലിസണിങ് ടു വിശേഷം എന്ന സ്റ്റാഫ് റൈറ്റ് ഹിയർ ഓൺ സ്പോട്ടിഫൈ. It hurts me to go to work.